ബ്രാഹ്മണച്ച, കസബ്, ഗുലംഗരി എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ബ്രാഹ്മണ പുരോഹിതർ അധസ്ഥിത വിഭാഗങ്ങളെ എങ്ങനെയെല്ലാമാണ് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബ്രാഹ്മണച്ച കസബ എന്ന കൃതി വ്യക്തമാക്കുന്നു. എന്നാൽ ഗുലംഗിരിയാകട്ടെ ജാതി അടിമത്തത്തിൻ്റെ ഉത്ഭവത്തെയും വളർച്ചയെയും പറ്റിയുള്ള ഒരു ചരിത്രപരമായ സർവേയാണ്. ഇത് ഇന്ത്യയിലെ ബ്രാഹ്മണ മേധാവിത്വത്തെക്കുറിച്ച് കൂടി വിശദമാക്കുന്നു. അദ്ദേഹം ജാതി വ്യവസ്ഥയെ അടിമത്ത വ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത് പഠനം നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ജ്യോതിറാവുവിനെ കുറിച്ച് ഓർത്തു വെക്കേണ്ടതായിട്ട് ഉള്ളത്. ഇനി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പെരിയാർ രാമസ്വാമി നായ്ക്കർ. പെരിയാർ രാമസ്വാമി നായ്ക്കറുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം തമിഴ്നാടായിരുന്നു. ഈറോഡ് വെങ്കിട്ടപ്പ രാമസ്വാമി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഇദ്ദേഹത്തെ ആദരപൂർവ്വം എല്ലാവരും പെരിയാർ EV രാമസ്വാമി എന്ന് വിളിച്ചിരുന്നു. പെരിയാർ ആര്യ മേധാവിത്വത്തെ വെല്ലുവിളിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം വർണ്ണവ്യവസ്ഥയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായിരുന്നു. പെരിയാർ ഒരു സന്യാസി തുല്യമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം നല്ലപോലെ സംസ്കൃതം പഠിച്ചിരുന്നു. വിവിധങ്ങളായിട്ടുള്ള വേദസാഹിത്യകൃതികളും സംസ്കൃത സാഹിത്യകൃതികളും വായിച്ചു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യം ഏറെ സഹായകരമായി. അദ്ദേഹം പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളുമായി ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന സംവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അദ്ദേഹം വാരാണസി സന്ദർശിച്ചു. അദ്ദേഹത്തിന് അനേകം ദുരനുഭവങ്ങൾ വാരാണസിയിൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ബ്രാഹ്മണർക്ക് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വാരാണസിയിലെ ഒരു ധർമ്മശാലയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി. അതിനുള്ള കാരണം ജാതി വിവേചനമായിരുന്നു. ഭോജനശാലയ്ക്ക് പുറത്ത് തെരുവ് നായ്ക്കൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതായി വന്നു. അദ്ദേഹം വലിയ രീതിയിലുള്ള യാതനകളൊക്കെ അനുഭവിച്ചു. ഇത്തരം അനുഭവങ്ങൾ ജാതി വ്യവസ്ഥക്കെതിരായ ഒരു മനസ്സ് രൂപപ്പെടുന്നതിന് കാരണമായി തീർന്നു. ജാതി വ്യവസ്ഥയും ബ്രാഹ്മണ മേധാവിത്വത്തെയും കുറിച്ച് വിമർശനാത്മകമായ പഠനം ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയും എതിർക്കുന്ന ശക്തനായൊരു വിമർശകനായി തീർന്നു. വാരാണസിയിലെ സംഭവങ്ങൾ അദ്ദേഹത്തെ ഹിന്ദുമതത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും പഠനങ്ങളിൽ ഏർപ്പെടുന്നതിനും പ്രേരിപ്പിച്ചു. 1922 പെരിയാർ തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി. തിരുപ്പൂരിൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക സമ്മേളനം വിളിച്ചു ചേർത്തു. ആ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. അതിലെ പ്രധാന ആവശ്യം ദ്രാവിഡരായ അയിത്തജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നതായിരുന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടി ഈ പ്രമേയത്തെ തിരസ്കരിച്ചു. പ്രമേയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് തമിഴ് ബ്രാഹ്മണരായിരുന്നു. പെരിയാറിന് വലിയ നിരാശയും ദേഷ്യവും തോന്നി. പിന്നീട് അദ്ദേഹം 2 പുസ്തകങ്ങൾ മനുസ്മൃതിയും രാമായണവും ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ 2 കൃതികളും ബ്രാഹ്മണ മേധാവിത്വം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ 2 കൃതികളും പൊതുജന മധ്യത്തിൽ വെച്ച് അദ്ദേഹം കത്തിച്ച് പ്രതിഷേധിച്ചു. അങ്ങനെ അദ്ദേഹം സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് അഥവാ ആത്മാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചു. ഈ പ്രസ്ഥാനം ദ്രാവിഡ പ്രസ്ഥാനമെന്നും വിളിക്കപ്പെട്ടു. ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദ്രാവിഡ പാരമ്പര്യത്തിലും പൈതൃകത്തിലും ആത്മാഭിമാനം വളർത്തെടുക്കുക എന്നതായിരുന്നു. പെരിയാർ തൻ്റെ കുട്ടിക്കാലത്ത് കടുത്ത രീതിയിലുള്ള ജാതി വിവേചനം അനുഭവിച്ചിരുന്നു. ഇത്തരം അനുഭവങ്ങൾ ജാതി ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന പദവി വഹിക്കുന്നവരാണ് പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവർ ജാതി സംവിധാനത്തിനകത്ത് എത്രമാത്രം കഷ്ടപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അൺടച്ചബിൾസ് എന്ന പദം 1901 സർ ഹെർബർട്ട് റൈസ്ലിയാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ നടന്നു വരുന്ന സെൻസസിൻ്റെ ഭാഗമായി ഈ പദം ഔദ്യോഗിക രേഖകളിൽ ഇടം പിടിച്ചു. റൈസ്ലിയാണ് ഈ സെൻസസിന് മുൻകൈ എടുത്തത്. ഉയർന്ന ജാതിക്കാരെ സ്പർശനത്താൽ അയിത്തക്കാരാക്കുന്ന ജാതി വിഭാഗങ്ങളെയാണ് അൺടച്ചബിൾസ് എന്ന് വിളിച്ചിരുന്നത്. ഹരിജൻ എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് 1933 മഹാത്മാഗാന്ധിയാണ്. ദൈവത്തിൻ്റെ മക്കളെന്നാണ് ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. താഴ്ന്ന ജാതി വിഭാഗങ്ങളെ സൂചിപ്പിക്കാനായി ആദിശൂദ്രർ എന്ന പദം അവതരിപ്പിച്ചത് ജ്യോതിബ ഫൂലെയാണ്. ദളിത് എന്ന പദം അവതരിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കറാണ്. ദളിത് എന്നതൊരു സംസ്കൃത പദമാണ്. ഈ വാക്കിൻ്റെ അർത്ഥം അടിച്ചമർത്തപ്പെട്ടവർ, ഛിന്ന ഭിന്നമായവർ എന്നെല്ലാമാണ്. ദളിതരെ അവർണരായിട്ടാണ് പരിഗണിച്ചിരുന്നത്. അവരുടെ സ്ഥാനം വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്താണ്. അവർ പഞ്ചമരാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരാണ് വർണ്ണവ്യവസ്ഥയിലെ 4 വർണ്ണവിഭാഗങ്ങൾ. ഇതിന് പുറത്തുള്ളവരെ പഞ്ചമരെന്നാണ് വിളിച്ചിരുന്നത്. ജാതി വികസിതമായതോടെ വർണ്ണവ്യവസ്ഥയുടെ പ്രാധാന്യം കുറഞ്ഞു. അവസാനം വർണ്ണവ്യവസ്ഥയുടെ അന്ത്യത്തിലേക്ക്
വഴിവെച്ചു. വർണ്ണവ്യവസ്ഥ പൂർണ്ണമായും സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമായി. എന്നിരുന്നാലും വർണ്ണവ്യവസ്ഥയുടെയും ജാതി വ്യവസ്ഥയുടെയും പ്രത്യയശാസ്ത്രം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യൻ ജനതയെ പഠിപ്പിച്ചു. ദളിതർക്കെതിരായ അതിക്രമങ്ങൾ ഇന്നും തുടർന്നു വരുന്നു. ഉയർന്ന ജാതി ജനങ്ങൾ അയിത്ത ജാതിക്കാരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും സേവനങ്ങളെയും ചൂഷണം ചെയ്യുന്നത് നിർബാധം തുടരുന്നു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയിൽ അനുഷ്ഠാനങ്ങൾ ശുദ്ധി അശുദ്ധി എന്നിവയാണ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ജാതിയിലുള്ള എല്ലാവിധത്തിലുള്ള തരംതിരിവുകളും വേർതിരിവുകളും ഒക്കെ രൂപം കൊള്ളുന്നത്. ജാതി ശ്രേണിയിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജാതിക്കാരെ പട്ടികജാതിക്കാർ എന്ന് നിർവചിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായി കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം സ്റ്റാറ്റസ് ആൻഡ് പ്രോബ്ലം എന്നുള്ളത് തന്നെയാണ്. പട്ടികജാതിക്കാരുടെ സാമൂഹിക പദവി, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷവും കാര്യമായ പുരോഗതിയൊന്നും ഈ കാര്യത്തിലുണ്ടായിട്ടില്ല. പട്ടികജാതിക്കാർ പല മേഖലകളിലും ഇന്നും വളരെ പുറകിലാണ്. ഈ ഒരു അവസ്ഥ തുടർന്ന് തന്നെ പോരുന്നു. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പല സാമൂഹ്യ പരിഷ്കർത്താക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അഭിപ്രായപ്പെട്ടത് ബ്രാഹ്മണരുടെ മനഃപൂർവ്വമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ അയിത്തം ഉത്ഭവിച്ചത് എന്നാണ്. ഹട്ടനെ പോലെയുള്ള സാമൂഹിക ചിന്തകർ അഭിപ്രായപ്പെടുന്നത് ഈ അൺടച്ചബിലിറ്റി ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനം താബു ആണ്. വ്യക്തിയെയോ വസ്തുവിനെയോ നികൃഷ്ടമായോ അതിപാവനമായോ സങ്കല്പിക്കുന്നത് മൂലമുള്ള ഒരു തരം വിലക്ക്, ഈ താബു വ്യവസ്ഥയിൽ നിന്നാണ് അയിത്തം പോലെയുള്ള സാമൂഹിക അനാചാരങ്ങൾ ഉത്ഭവിച്ചത് എന്നാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അയിത്തം ഒരു കുറ്റകൃത്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. എങ്കിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഇന്നും അയിത്തം കൽപ്പിക്കുന്നതുമായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ജാതി ശ്രേണിയിലെ സ്ഥാനമനുസരിച്ചാണ് വ്യക്തികളുടെ സാമൂഹിക പദവി നിർണ്ണയിക്കുന്നത്. ജനങ്ങൾക്ക് ജാതി കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകവും അവരുടെ സാമൂഹികമായ അവശതകളും ജാതിപരമായ പിന്നോക്ക അവസ്ഥയും തന്നെയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.